ഹായ് കൂട്ടുകാരെ, ഇന്ന് നമുക്ക് ഒരു മാന്ത്രിക കഥ കേട്ടാലോ? ഖദീജ എന്ന UKG പഠിക്കുന്ന പെൺകുട്ടിയുടെയും സയാൻ എന്ന ഒരു ജിന്നിൻ്റെയും സൗഹൃദത്തിൻ്റെ കഥ. ഒരു ചെറുതും ശാന്തവുമായ കടൽത്തീര ഗ്രാമത്തിലായിരുന്നു ഖദീജ എന്ന കൊച്ചു പെൺകുട്ടി താമസിച്ചിരുന്നത്. കടലിനെ അവൾക്ക് വളരെ ഇഷ്ടമായിരുന്നു. തിരമാലകളുടെ ശബ്ദവും മണൽക്കാറ്റിൻ്റെ മണവും കടൽ പക്ഷികളുടെ ശബ്ദങ്ങളും ഇതൊക്കെ അവളുടെ മനസ്സിന് വലിയ സന്തോഷമായിരുന്നു. ഒരു ദിവസം വൈകുന്നേരം സൂര്യൻ ചുവന്ന നിറത്തിൽ കടലിനുള്ളിലേക്ക് മറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഖദീജ മണലിലൂടെ നടക്കുകയായിരുന്നു. അപ്പോഴാണ് അവളുടെ കണ്ണിൽ ഒരു പ്രകാശം തട്ടിയത്. മണലിനടിയിൽ എന്തോ തിളങ്ങുന്നതുപോലെ. ഇതെന്താവും? അവൾ കുനിഞ്ഞ് മണൽ നീക്കി. അത് ഒരു വെള്ളി മോതിരം. അതിൻ്റെ നടുവിലായിരുന്നു പച്ച എമറാൾഡ് കല്ല് പതിച്ചിരിക്കുന്നു. അത്ര സുന്ദരം, അത്ര പ്രകാശം. അവൾ മോതിരം എടുത്തു നോക്കി. അതിനൊരു വിചിത്രമായ ചൂടുണ്ടായിരുന്നു, ജീവിച്ചിരിക്കുന്നതുപോലെ. ഖദീജ അത് വീട്ടിലേക്ക് കൊണ്ടുവന്നു. ആ രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ കൗതുകത്തോടെ മോതിരം കയ്യിലിട്ടു. പച്ചക്കല്ലിൽ വിരൽ കൊണ്ട് പതുക്കെ തടവി. പെട്ടെന്ന് മുറിയിലാകെ പച്ച വെളിച്ചം നിറഞ്ഞു. ഭൂം! ഒരു മൃദുവായ പുക മുറിയിലൊട്ടാകെ പരന്നു. ആ പുകയിൽ നിന്ന് ഒരു ഉയർന്ന രൂപം തെളിഞ്ഞു. ഭയപ്പെടേണ്ട കുഞ്ഞേ, ഒരു മൃദുവായ ശബ്ദം. ഖദീജ ഭയത്തോടെ നോക്കി. അവളുടെ മുന്നിൽ ഒരു ജിന്ന്, പക്ഷേ ഭയപ്പെടുത്തുന്ന രൂപമല്ല. കണ്ണുകളിൽ കരുണ, മുഖത്ത് പുഞ്ചിരി. ഞാൻ സയാൻ, ഈ പച്ച എമറാൾഡ് കല്ലിൻ്റെ ജിന്ന്. നീ എന്നെ ഉണർത്തി. ഖദീജയുടെ കണ്ണുകൾ അത്ഭുതത്തോടെ നിറഞ്ഞു. സയാനെ, നീ ജിന്നാണോ? അതെ, ഞാനൊരു ജിന്നാണ്. നിനക്ക് 3 വലിയ മോഹങ്ങൾ നിറവേറ്റാൻ കഴിയും. പക്ഷേ ജിന്ന് ചിരിച്ചു. ഞാൻ നിന്റെ സുഹൃത്താകാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ ഖദീജയും സയാനും സുഹൃത്തുക്കളായി. ഖദീജയുടെ ആദ്യ മോഹം. ഖദീജ സ്കൂളിലേക്ക് പോകുന്ന വഴിയിൽ എന്നും ഒരു അമ്മയെ കാണുമായിരുന്നു. ആ അമ്മ ഒറ്റയ്ക്കാണ് താമസം. മഴയിൽ ആ വീട് ചോർന്നൊലിക്കുമായിരുന്നു. ഖദീജ ജിന്നിനോട് പറഞ്ഞു, ആ അമ്മയുടെ വീട് ശരിയാക്കാമോ? സയാൻ പുഞ്ചിരിച്ചു. നല്ല മനസ്സ്. ഒരു രാത്രി കൊണ്ട് ആ അമ്മയുടെ വീട് പുതിയതുപോലെ മാറി. അവളുടെ രണ്ടാം മോഹം. ഗ്രാമത്തിൽ വെള്ളക്കുറവ. ആളുകൾ കഷ്ടപ്പെടുന്നു. നമ്മുടെ ഗ്രാമത്തിന് വെള്ളം ലഭിക്കണം, ഖദീജ പറഞ്ഞു. പിറ്റേ ദിവസം ഗ്രാമത്തിൽ ഒരു ശുദ്ധജല കിണർ കണ്ടെത്തപ്പെട്ടു. അവളുടെ മൂന്നാം മോഹം. പ്രധാനപ്പെട്ടത്. സയാൻ പറഞ്ഞു, ഇനി നിനക്ക് ഒരു വലിയ മോഹം ബാക്കിയുണ്ട്. ചോദിച്ചോളൂ, എന്തിനും ഞാൻ തയ്യാറാണ്. ഖദീജ ചിന്തിച്ചു. എനിക്കിനി ഒന്നും വേണ്ട സയാനെ, നീ സ്വതന്ത്രനാകണം. ഈ മോതിരത്തിൽ കുടുങ്ങി ഇനി നിൽക്കേണ്ട. സയാൻ അത്ഭുതപ്പെട്ടു. ഇതാദ്യമാണ് ആരെങ്കിലും ജിന്നിനോട് ഇങ്ങനെ പറയുന്നത്. പച്ച വെളിച്ചം വീണ്ടും തെളിഞ്ഞു. സയാൻ അപ്രത്യക്ഷനായി. നിന്റെ നന്മ ഞാൻ ഒരിക്കലും മറക്കില്ല ഖദീജ. മോതിരം സാധാരണ വെള്ളി മോതിരമായി മാറി. ഖദീജയ്ക്ക് മനസ്സിലായി, മാന്ത്രികത മോതിരത്തിലല്ല, മാന്ത്രികത അവളുടെ നല്ല ഹൃദയത്തിലാണ്. വർഷങ്ങൾക്ക് ശേഷം അവൾ വളർന്നപ്പോൾ ആ ഗ്രാമം തന്നെ മാറ്റിയ ഒരു മനുഷ്യയായി. കടൽ തീരത്ത് ചിലപ്പോൾ അവൾ ഇരുന്ന് ആ മോതിരം നോക്കും. പച്ചക്കല്ല് ഇനിയും മിനുക്കും. പക്ഷെ ഇനി ജിന്ന് വരില്ല. കാരണം ജിന്ന് സ്വതന്ത്രനായി. പക്ഷേ അവരുടെ സൗഹൃദം എന്നും അവളുടെ മനസ്സിൽ ജീവിച്ചു.